റോയൽ എൻഫീൽഡിന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യമാണ് മെയിൻ്റെനൻസ്, ഹീറ്റിംഗ് ഇഷ്യൂ, വൈബ്രേഷൻ. പിന്നെ ചിലവർ ചോദിക്കുന്നതായിരിക്കാം റെസ്റ്റ് വരുമോ, അങ്ങനെയൊക്കെ സംഭവം. ഞാനിതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് കേൾപ്പിച്ചു തരാവേ. ഞാൻ നിങ്ങളെ പുതിയൊരു സ്ഥലം കൊണ്ട് കാണിക്കാം. കോട്ടയത്ത് ഇപ്പോൾ ഫേമസ് ആയി വരുന്ന ഒരു സ്ഥലമാണ് ബിറ്റ്വീൻ റോക്സ്. ഈ കാണുന്ന ചർച്ച ഉണ്ടോ, സെൻറ്റ് അഗസ്റ്റിൻസ് ചർച്ചാണിത്. ഇത് ഏഷ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചർച്ചാണിത്. വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്ന് നമ്മുടെ കിട്ടിയിരിക്കുന്നത് 100-350 റെട്രോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഫ്രഷ് സാധനം. ഏകദേശം ഒരാഴ്ച മാത്രമേ ഉള്ളൂ ഷോറൂമിൽ ഇറക്കിയിട്ട്. 1300 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടട്ടെ, നമുക്ക് ഇവൻ്റെ മൊത്തമുള്ള സ്പെക്കും അതുപോലെ ഓവറോൾ വ്യൂ ഒക്കെ നോക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് പറയാം. നമുക്ക് ഈ കാണുന്ന 100 റെട്രോയുടെ സ്പെക്കിലേക്കൊക്കെ പോയാലോ. കുറേ പേർക്കൊക്കെ ഇതിൻ്റെ സ്പെക്ക് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇത് 100-350 റെട്രോ. 100 ഓൾറെഡി ഇറങ്ങിയൊരു ബൈക്കാണ്. 100 3 മോഡലുണ്ട്: റെട്രോ, മെട്രോ, റെബൽ. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. നമ്മുടെ കിട്ടിയിരിക്കുന്ന 100 റെട്രോ എന്ന് പറഞ്ഞ മോഡലാണ്. റെട്രോ ആണ് ബേസ് മോഡലായിട്ട് വരണേ 100-ൽ. ഈ 3 മോഡലിലും പ്രത്യേകിച്ച് ഡിസൈനിൻ്റെ ഭാഗത്ത് യാതൊരു വ്യത്യാസമില്ല. ബാക്കി വരണ വ്യത്യാസം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഭാഗത്തൊക്കെയാണ് വ്യത്യാസം വരണേ. എൻഫീൽഡിൻ്റെ പഴയ പുതുക്കാനായിട്ട് കുറേയധികം സാധനങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജനാണ്. ഇൻഡിക്കേറ്ററും വരുന്ന ഹാലജനാണ്. ബാക്കിലും സെയിം സാധനം, LED യൂസ് ചെയ്ത ഹാലജനാണ്. ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് ടെലസ്കോപ്പിക് ബോക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ടയർ ട്യൂബ്ഡ് ആണ്. ഇത് റെട്രോ എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ ആയതുകൊണ്ടാണ് തോന്നുന്നത് അവർ ട്യൂബ്ഡാണ് യൂസ് ചെയ്തേക്കണത്. മറ്റേ 2 മോഡലും വരുന്നത് ട്യൂബ്ലെസ് ആണ്. ഇത് ഇവിടെയാണെങ്കിൽ എൻഫീൽഡിൻ്റെ ബാഡ്ജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 100-350 എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇത് ഫ്രണ്ട് വരുന്നത് ഡിസ്കും ബാക്ക് വരുന്ന ഡ്രമ്മുമാണ്. ഈ ഒരു മോഡലിൽ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ഈ ഒരു മോഡലിന് ആകെപ്പാടെ ഒറ്റ കളർ വേരിയൻ്റ് ഉള്ളൂ, അത് ഈ ബ്ലാക്കാണ്. നമുക്ക് കുറച്ച് ഹിസ്റ്ററി നോക്കിയാലോ ഈ 100-ൻ്റെ. എനിക്ക് ഹിസ്റ്ററിയിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല, പക്ഷേ ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ. എൻഫീൽഡ് 100 എന്ന മോഡൽ 2022 ആഗസ്റ്റിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയത്. ടിൽ നൗ 5 lakh യൂണിറ്റോളമാണ് വിറ്റ് പോയിട്ടുള്ളത്. നമ്മുടെ 100 ഒരു നേക്കഡ് ബൈക്കാണ്. അതായത് സിറ്റി യൂസ് വരെ മാത്രം ഉദ്ദേശിച്ച് ഇറക്കിയൊരു വണ്ടിയാണ്. ആ ഒരു സിറ്റി യൂസിനുള്ള നേക്കഡ് ബൈക്കിലും ഞങ്ങൾക്കൊരു മോഡൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറക്കിയൊരു മോഡലാണിത്. നമ്മുടെ എൻഫീൽഡിൻ്റെ ആകപ്പാടെ ക്രൂയിസർ, അതുപോലെ അഡ്വഞ്ചർ, ഇങ്ങനത്തെ പറഞ്ഞ മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിറ്റി യൂസുകാരെയും കൂടെ കയ്യിലെടുക്കുന്ന ഉദ്ദേശിച്ച് ഇറക്കിയൊരു മോഡലാണ് ഈ പറയുന്ന 100. ഇനി കൂടുതൽ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പോൾ ഇത്ര മതി. നമുക്കിനി എൻജിൻ സൈഡിലേക്ക് പോകാം. എൻഫീൽഡ് ഇതിലും പതിവ് വെച്ചിട്ടില്ല. എല്ലാ വണ്ടി പോലെ തന്നെ പവറല്ല, കൂടുതലും ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. ഇതിൽ വരുന്ന എൻജിൻ എന്ന് പറയുന്നത് എയർ ഓയിൽ കൂൾഡ് എൻജിനാണ് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് SOHC, സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ്. അതായത് ഇൻടേക്ക് വാൽവും എക്സോസ്റ്റ് വാൽവും ഒരേ ഒരു ക്യാം ഷാഫ്റ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഞാനൊരു ഫോട്ടോ ഇട്ടേക്കാം. എൻഫീൽഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ മൈലേജ് കൂടുതൽ കിട്ടാനുമാണ്. എൻഫീൽഡ് മാത്രമല്ല, വേറെ കമ്പനികളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഈ സിസ്റ്റം. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. 20 bhp പവറും 27 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണേ. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്പീഡിനേക്കാളും കൂടുതൽ ടോർക്കായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യണേ. ഇപ്പം നമ്മൾ SOHC എൻജിൻ നോക്കിയില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു എൻജിനും കൂടെ ഉണ്ട്. DOHC, ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ്. അതായത് ഇൻലെറ്റ് വാൽവിനും എക്സോസ്റ്റ് വാൽവിനും 2 ക്യാം ഉണ്ടായിരിക്കും. അതായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. കൂടുതൽ ഈ പെർഫോമൻസ് ബൈക്കിലും ഒക്കെയാണ് യൂസ് ചെയ്യണേ. ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് ഓൾറെഡി ഇറങ്ങിയ മോഡലായതുകൊണ്ട് ഈ ഒരു മോഡലിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അറിയാമായിരിക്കും. നമുക്കിനി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിയാലോ. അതുപോലെ തന്നെ കയറി ഇരുന്നിട്ട് പറയാം. മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഇതിൽ ഫ്യൂവലിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ABSൻ്റെ വാണിങ്, ബാറ്ററി വാണിങ്. പക്ഷേ ഈ ഒരു മോഡലിലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നില്ല. ഇതിലാണെങ്കിൽ നാവിഗേഷൻ മീറ്ററും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷനാണ്, വേണമെങ്കിൽ വെക്കാൻ, വേണ്ടെങ്കിൽ വെക്കണ്ട.
അങ്ങനത്തെ ഒരു ഇത്. അതും കൂടെ വെച്ചാൽ ഇതിൻ്റെ പൂർണ്ണ ലുക്ക് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു ഭംഗി വരും. പിന്നെ ഇതിൽ വരുന്ന പാസ് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ബീം, ലോ ബീം ഇൻഡിക്കേറ്റർ, ഹോണ്, ഇഗ്നിഷൻ സ്വിച്ച്, പവർ സ്വിച്ച്. ഇതിൻ്റെ ഹോൺ ഞാൻ കേൾപ്പിച്ചു തരട്ടെ. നല്ലൊരു ഹോണാണ് പറഞ്ഞത്. എൻഫീൽഡിൽ എല്ലാത്തിനും തന്നെ ഈ സെയിം ഹോണാണ് പറഞ്ഞത്. കൊള്ളാം, അടിപൊളിയാണ്. ഇത് വരുന്ന ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 ലിറ്ററാണ് പറഞ്ഞത്. 13 ലിറ്റർ കപ്പാസിറ്റി. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 153, 153 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഇതെനിക്ക് ഓക്കെയാണ്. എനിക്ക് സ്റ്റാൻഡ് എടുത്തിട്ട് എനിക്കിത് ഓക്കെയാണ്. എൻ്റെ 2 കാല് ഇത് നിലത്താണ് കുത്തി നിൽക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. എനിക്കത് വെയിറ്റും തോന്നുന്നില്ല. 177 kg എങ്ങാണ്ട് ഇതുള്ളൂ. ഇതിൻ്റെ മെട്രോ ആയതുകൊണ്ടായി 177 kg. ഇതിൻ്റെ മെട്രോ, അതുപോലെ തന്നെ മെട്രോ റെബലൊക്കെ വരികയാണെങ്കിൽ 187 എങ്ങാണ്ടാണ് പറഞ്ഞത്. 187 kg ആണ് പറഞ്ഞത്. ഇതിൻ്റെ മിററിലേക്ക് വന്നില്ലല്ലോ. മിറർ കൊള്ളാം, ഓക്കെയാണ്. എനിക്ക് അത്യാവശ്യം എല്ലാം വിസിബിലിറ്റി നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷേ നല്ലതാണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല വിസിബിലിറ്റി കൊണ്ട് കിട്ടുന്നുണ്ട്. ഞാനിതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് കേൾപ്പിച്ചു തരാവേ. നല്ല ക്യൂട്ട് സൗണ്ടാണ്. ഓ, ന്യൂട്രൽ ഇട്ടു ഇതിൻ്റെ. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കൊള്ളാം ശബ്ദം, നല്ല അഗ്രസീവ് ആയിട്ടുള്ള സൗണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര വൃത്തികേടില്ല എന്ന് വെച്ചാൽ ഓക്കെയാണ്, നല്ല അടിപൊളി ശബ്ദം. ഇനി നമുക്ക് 100, 350, റെട്രോ, മെട്രോ റെബൽ, ഈ മൂന്നിൻ്റെയും ഡിഫറൻസ് എന്താ നോക്കിയാലോ. മൂന്നിൻ്റെയും എൻജിൻ സൈഡിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം വരുന്നത് ഇലക്ട്രിക്കൽ ഭാഗത്ത്. ബേസ് മോഡലായ റെട്രോയിൽ വരുന്നത് സിംഗിൾ ചാനൽ ABS ആണ്. മറ്റേ രണ്ടെണ്ണത്തിൽ വരുന്ന ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതുപോലെ ഇതിൽ വരുന്നത് ട്യൂബ്ഡ് ടയർ ആണ്, മറ്റേത്തെ ട്യൂബ്ലെസ് ടയറുമാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഫ്രണ്ട് മാത്രമാണ് ഡിസ്ക്, മറ്റേതിൽ വരുന്നത് ഫ്രണ്ടും ബാക്കും ആണ് ഡിസ്ക് വരുന്നത്. പിന്നെ വേറൊന്നാണ് വെയിറ്റ് ഡിഫറൻസ്. ഇതിൽ 177 ആണ്, മറ്റേത്തെ 188 കിലോയാണ്. പിന്നെ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് കളറ്. ഇതിൽ ആകപ്പാടെ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ. മറ്റേതിലാണെങ്കിൽ കുറേ കളർ വേരിയൻസ് വരുന്നുണ്ട്. മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിലില്ല. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,80,000 ആണ്. മെട്രോ അല്ലെങ്കിൽ മെട്രോ റെബൽ ഇതിലേതിലൊന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇതിനേക്കാളും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് അതിനകത്ത്. ബാക്കി കാര്യം നമുക്ക് ഓടിച്ചുകൊണ്ട് പറഞ്ഞാലോ. ബാ, 100 ഓടിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം ഇതായിരുന്നു ഒരു റൈഡിങ് എക്സ്പീരിയൻസും ഇതിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സും അതെല്ലാം. ഞാൻ ഇതൊന്നും ഉദ്ദേശിക്കുന്നത് 100 ഇതുവരെ ഓടിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് 100. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റോയൽ എൻഫീൽഡിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യമാണ് മെയിൻ്റെനൻസ്, ഹീറ്റിംഗ് ഇഷ്യൂ, വൈബ്രേഷൻ. പിന്നെ ചിലവർ ചോദിക്കുന്നതായിരിക്കാം റെസ്റ്റ് വരുമോ, അങ്ങനെയൊക്കെ ഒരു സംഭവം. ഈ പറഞ്ഞ സാധനമൊക്കെ ഈ വണ്ടിക്കകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതിൻ്റെ ഉത്തരം എല്ലാം പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ വണ്ടിയെക്കുറിച്ചുള്ള ജസ്റ്റ് ഇതും പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ഇതും കൂടെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകും. ഇതിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ 100ൻ്റെ ഹാൻഡിൽ അത്യാവശ്യം നല്ല വൈഡാണ്, അത്യാവശ്യം നല്ല വൈഡായിട്ട് പിടിച്ചാണ് ഓടിക്കാൻ. പക്ഷേ അത് കൊള്ളൂലെന്നല്ല പറഞ്ഞു തരണേ, അത്യാവശ്യം നല്ല രസമുണ്ട് അത് ഓടിക്കാൻ. പിന്നെ ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവറിനേക്കാൾ കൂടുതൽ ഇത് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യണേ. അതായത് നമ്മുടെ ബുള്ളറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ പവറിനേക്കാളും കൂടുതൽ ടോർക്കാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്യണേ. ഇത് മെയിൻലി ഇത് എൻഫീൽഡ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി യൂസുകാരെയാണ്. ഇത് പക്ക ഒരു നേക്കഡ് ബൈക്കാണ്.
അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് ഈ പറഞ്ഞ വണ്ടി. ഇപ്പം നല്ലൊരു മഴയെല്ലാം പെയ്തിരിക്കുകയാണ്. ആ ടൈമിൽ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ടും കേട്ടുമ്പോൾ നല്ല രസമുണ്ട്. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഏകദേശം ഒരു 40 ഗിയർ വരെയൊക്കെ ഏകദേശം ഒരു സൗണ്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ 5th ഗിയറിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്നൊരു സൗണ്ട് വ്യത്യാസമാണ്. അതായത് എന്താ പറയുക, കുറച്ചുകൂടെ നല്ല അഗ്രസീവായിട്ട് കുറച്ചുകൂടെ ഒരു ബെറ്റർ വോയിസ് പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറേ അധികം പോസിറ്റീവ് പറഞ്ഞു, ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലോ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യന് ഞാൻ എന്താ പറഞ്ഞത്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാന്ന് തോന്നുന്നു, ഹീറ്റിംഗ് ഇഷ്യൂ. ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ നന്നായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ഒരു വണ്ടി ഒരു ന്യൂട്രലൊക്കെ ഇടുന്ന സമയത്തായാലും നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷനും ഉണ്ട്. നമ്മളൊരു 4th ഗിയറിലൊക്കെ കുറേ അധികം പോയി കഴിയുമ്പോൾ ഹാൻഡിലേക്ക് നല്ല വൈബ്രേഷൻ ഇപ്പോഴത്തെ ഫീൽ നമുക്ക് കിട്ടും. വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ഒരെണ്ണമാണ് റെസ്റ്റ് വരുമെന്നുള്ള കാര്യം. റെസ്റ്റ് വരുമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൻഫീൽഡിൽ അത് ഈ പുതിയ കാണുന്ന ഈ വണ്ടിയിലൊന്നും ഇപ്പോൾ റെസ്റ്റ് ഒന്നും വരാറില്ല. പണ്ടത്തെ എൻഫീൽഡ് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ റെസ്റ്റ് വരുന്നതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൽ ആ ഒരു കുഴപ്പമില്ല. അതെല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് എൻഫീൽഡ് ഇറക്കിയേക്കണേ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എല്ലാ റോയൽ എൻഫീൽഡ് വണ്ടികളിലും വരുന്ന കോമൺ സാധനങ്ങളാണ്. നിങ്ങളിപ്പോൾ ഏത് വണ്ടി എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് കാണാൻ പോകുന്നത്. ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവൻ്റെ കുടുംബ ചരിത്രമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. ഹിമാലയനും ഈ പറയുന്ന 350 ക്ലാസിക്കിനും അങ്ങനെ ഇവൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് ഒരു എൻഫീൽഡ് യൂസർ അല്ലെങ്കിൽ ഒരു എൻഫീൽഡുകാർക്ക് ഇതൊന്നും പ്രത്യേകിച്ചൊരു പുത്തിരിയേ അല്ല. കാരണം വൈബ്രേഷനും ഹീറ്റിംഗ് ഇഷ്യൂവും മെയിൻ്റെനൻസൊക്കെ ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ളതെന്ന് പറയുന്ന പോലെ എൻഫീൽഡിനെ മറ്റുള്ള കമ്പനികളിൽ നിന്ന് മാറ്റി നിർത്താനൊരു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ബൈക്ക് ചേരില്ല. നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് ബൈക്ക് ചേരില്ല. കാരണം വലിയ ആൾ ചെറിയൊരു സാധനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും. പക്ഷേ ഈ എൻഫീൽഡ് ബൈക്കിൽ നേരെ തിരിച്ചാണ്. എത്ര വലിയ ആൾക്കാരായാലും എൻഫീൽഡിൽ ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഇതിലങ്ങ് ചേർന്ന് നോക്കും. കാരണം ഈ ബൾക്കി ലുക്കൊക്കെ കാരണം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് മറ്റുള്ള കമ്പനികളിൽ നിന്ന് എൻഫീൽഡിനെ തനിയെ മാറ്റി നിർത്താനുള്ള കാരണം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. ഓക്കെ, നമ്മൾ വേറൊരു കാര്യം സംസാരിച്ചില്ലല്ലോ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് നോക്കിയിട്ടില്ലല്ലോ. 130 കമ്പനി പറയണേ. 350 cc വണ്ടി 130 ടോപ്പ് സ്പീഡ് കിട്ടാൻ കാരണം ഇതിൻ്റെ എഞ്ചിൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കണേ. ഇത് സ്പീഡിനേക്കാളും കൂടുതൽ ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. എല്ലാ എൻഫീൽഡ് വണ്ടി പോലെ ഇതും അങ്ങനെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ 350 cc എഞ്ചിന് 1,80,000 ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനികൾക്കൊക്കെ ഒരു അടി പോലെയാണ് എൻഫീൽഡ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് വീഡിയോയുമായി വീണ്ടും വരാം. ബൈ. ഞാൻ നിങ്ങളെ പുതിയൊരു സ്ഥലം കൊണ്ട് കാണിക്കാം. കോട്ടയത്ത് ഇപ്പോൾ ഫേമസ് ആയി വരുന്ന ഒരു സ്ഥലമാണ് ബിറ്റ്വീൻ റോക്സ്. ഈ സ്ഥലത്ത് ഞാൻ ഓൾറെഡി പോയിട്ടുള്ളതാണ്. അന്ന് ഇത്ര വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓൾറെഡി ആൾക്കാർ ഇട്ട് തുടങ്ങിയത് ഇങ്ങനെ കോട്ടയത്ത് ഭയങ്കര ഒരു സെറ്റപ്പ് സ്ഥലമുണ്ട് ബിറ്റ്വീൻ റോക്സ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടത്താണ് ഇവിടെ പോകുന്നത്. ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വെച്ച്. ആ ടൈമിലാണ് ഈ 100 കിട്ടുന്നത്. എങ്കിൽ പിന്നെ ഇവരെയും കൂടി പോകുന്നത് വെച്ചു. ഈ കാണുന്ന ചർച്ച് ഉണ്ടോ, സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചാണിത്. ഇത് ഏഷ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചർച്ചാണിത്. ഈ വഴി കൂടിയാണ് നമുക്ക് ഈ പറയുന്ന ബിറ്റ്വീൻ റോക്സിലേക്ക് പോകേണ്ടത്. Para. Wow.
കാലേ മസ്ത് കയറി. ഓ മാൻ, ഇതാണ്. അയ്യോ കാലേ മസ്ത് കയറാം. എടുക്കുക.